ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനെ തെരഞ്ഞ് മനോരമയും ശ്രുതിയും ഇറങ്ങി പുറപ്പെടുകയാണ്. പെട്ടെന്നായിരിക്കും ശ്രുതിക്ക് ഓർമ്മ വരുന്നത്, ആൻറ്റി എയർപോർട്ടിൽ വെച്ച് അശ്വിൻ സാറിൻ്റെ അടുത്ത് നിന്ന ആളുടെ കയ്യിലെ ടാറ്റു ആൻറ്റി ശ്രദ്ധിച്ചിരുന്നോ? ആ ശ്രദ്ധിച്ചിരുന്നു. ആ ടാറ്റു അടിച്ച ആളാ എന്നെ ആക്രമിച്ചത്. ഇങ്ങനെ ടാറ്റു അടിച്ച ആളെ നമ്മൾ എവിടെ പോയി കണ്ടെത്തും എന്ന് മനോരമ ചോദിക്കുമ്പോൾ, ആ ടാറ്റു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആൻറ്റി, നമുക്ക് ഈ ടാറ്റു സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞ് മനോരമയെ കൂട്ടിയിട്ട് പോവാൻ കേട്ടോ ശ്രുതി. അങ്ങനെ അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ മനോരമ പറയും, എന്തായാലും ഈ മല്ലന്റെ അഡ്രസ്സൊക്കെ കിട്ടി, ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് ഇനി അറിയണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതിൽ അയാളുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയാലോ ആന്റി? അയ്യോ വിളിക്കല്ലേ, ഈ മല്ലനെ കണ്ടിട്ട് ഭയങ്കര ക്രിമിനൽ ആണെന്നാണ് തോന്നുന്നത്. അപ്പോ വിളിക്കുന്നതിന് മുൻപേ ഒരു ക്ലാരിറ്റി വേണം അയാളെ കുറിച്ച്. ഭയങ്കര ക്രിമിനൽ ആണെങ്കിൽ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാലോ എന്നൊക്കെ ചോദിച്ച് മനോരമ ശ്രുതിയെ വിളിക്കാൻ സമ്മതിക്കുന്നു ട്ടോ. എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ ആ ലിസ്റ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ ടാറ്റു അടിച്ച ഒരു 5-6 പേരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാൽ ഇതിൽ ആരാണ് അശ്വിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് കിട്ടും. നീ പേടിക്കേണ്ട മരുമോളെ, ഇവരെയൊക്കെ കുത്തിയിരുന്ന് വിളിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാം ട്ടോ മനോരമ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ മനോരമയ്ക്ക് ആകെ അവശത തോന്നുകയാണ്. എടി മരുമോളെ, നീ നമുക്ക് വീട്ടിലേക്ക് പോവാം, നീ ഒരു ഓട്ടോ വിളിക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇവിടെ നിന്നാൽ ഓട്ടോ കിട്ടില്ല ആന്റി ഇവിടെ നിൽക്ക്, ഞാൻ ഓട്ടോ പിടിച്ച് വരാന്ന് പറഞ്ഞിട്ട് ശ്രുതി കുറച്ചങ്ങോട്ട് പോയി നോക്കുകയാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ മനോരമ നിൽക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ അടിയിലായിരിക്കും. ശ്രുതി ആണെങ്കിൽ ഓട്ടോന് കൈ കാട്ടി നിർത്താൻ പോകുന്ന നേരത്ത് ശ്രുതി അപ്രതീക്ഷിതമായിട്ട് കാണുകയാണ്, ആ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഒരു വലിയ പട്ടിക കഷ്ണം മനോരമയുടെ തലയിൽ വീഴാൻ വേണ്ടി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ശ്രുതി ആന്റി മാറിക്കോ എന്ന് പറഞ്ഞിട്ട് മനോരമയെ വന്ന് രക്ഷിക്കുകയാണ് കേട്ടോ. എന്റെ മൈ ഗോഡ്, എന്റെ തലമണ്ട ഇപ്പൊ പൊളിഞ്ഞേനെ, ഇതെങ്ങനെ വീണു, എവിടെ വീണു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കുകയാണ് നമ്മുടെ മനോരമ. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആന്റിക്ക് ഒരു അപകടം പറ്റിയില്ലല്ലോ, നമുക്ക് ഇവിടെ നിന്ന് പോവാം ആന്റി എന്ന് പറഞ്ഞ് പോകുന്ന നേരത്ത് ശ്രുതിക്ക് കോള് വരാണ്. ഇപ്പൊ നടന്നത് ഒരു അപകടമായിട്ട് നീ തെറ്റിദ്ധരിക്കണ്ട. നീയും നിന്റെ ആന്റിയും അശ്വിനെ തെരഞ്ഞ് ഇറങ്ങിയതായിരിക്കും അല്ലേ? മര്യാദയ്ക്ക് നീ വീട്ടിൽ പോ, അല്ലെങ്കിൽ നീയും നിന്റെ ആന്റിയും പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് പോവലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അയാള്. അപ്പൊ ശ്രുതി മനോരമയോട് പറയുന്നുണ്ട്, ആന്റി ഞാനിപ്പോ പറയുന്നത് മാത്രം ശ്രദ്ധിക്ക്, മറുത്ത് ഒന്നും പറയരുത് ആന്റി, നമ്മളാരോ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മനോരമ അങ്ങ് തിരിയാണ് കേട്ടോ. ആര് ഫോളോ ചെയ്യേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തിരിയാണ്. ആ സമയത്ത് ശ്രുതി, ആന്റി ഇവിടെ നല്ല സ്ഥലമല്ല, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അശ്വിനെ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു താവളത്തിൽ എത്താണ് കേട്ടോ. അവിടെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനോരമയ്ക്ക് പേടിയാവാണ്. എന്റെ മൈ ഗോഡ്, അശ്വിൻ ബേബി ഇവിടെയാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇവിടേക്ക് ആന്റി എന്നെയും വന്ന് തട്ടിക്കൊണ്ടു വന്നത്, ഇവിടെ തന്നെയാണ് അശ്വിൻ സാർ ഉള്ളത്, നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാന്ന് പറയുമ്പോൾ മനോരമയ്ക്ക് ആകെ പേടിയാവാണ് കേട്ടോ. നീ ഉള്ളിൽ കയറി നോക്ക്, ഞാൻ ഇവിടെ നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി കൈ പിടിച്ചിട്ട് ഉള്ളിൽ കയറ്റാണ് കേട്ടോ. അവിടെ നിന്ന് പ്രത്യേകിച്ച് ആദ്യം ഒന്നും കാണുന്നില്ല. പെട്ടെന്നായിരിക്കും ആ ഗുണ്ട അങ്ങോട്ടേക്ക് വന്നിട്ട് ഫോൺ വിളിക്കുന്നത്. അപ്പോ ശ്യാം പറയുന്നുണ്ട്, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം. ബോസ് വന്നോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അയാള്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ ശ്യാം അവിടേക്ക് എത്താണ്. അപ്പൊ കാറിൽ നിന്നായിരിക്കും ഗുണ്ടകളോട് സംസാരിക്കുന്നത്. മനോരമയും ശ്രുതിയും ഒക്കെ നോക്കുമ്പോൾ അവർ കാണുന്നത് ജസ്റ്റ് കണ്ണട പിടിച്ചു നിൽക്കുന്നതും പിന്നെ ഫേസിന്റെ ഒരു സൈഡ് മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ ഇവർക്ക് ആരാണതെന്ന് മനസ്സിലാവുന്നില്ല. ശ്രുതി, നിനക്ക് മനസ്സിലായോ അയാൾ ആരാണെന്ന് എന്ന് മനോരമ പറയുമ്പോ, ഇല്ല ആന്റി എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയണേ. അങ്ങനെ ശ്യാം എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. അതിനുശേഷമാണെങ്കിൽ പെട്ടെന്ന് ഗുണ്ടകള് വന്നിട്ട് ഒരു ക്ലോറോഫോം മണപ്പിച്ചിട്ട് നമ്മുടെ അശ്വിനെ ബോധം കെടുത്താണ്. എന്നിട്ട് അവിടെ നിന്നും പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. അത് കാണുന്ന മനോരമ, എന്റെ മൈ ഗോഡ് അശ്വിൻ ബേബി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പിന്നാലെ ഓടുന്നുണ്ട്. ഗുണ്ടകളൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോഴേക്കും മനോരമ അവിടെ പിടിച്ചു നിർത്തുകയാണ് ശ്രുതിയെ. അങ്ങനെ അശ്വിനെ വണ്ടിയിൽ കയറ്റി പോവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.